2026 ലോക സമുദ്ര ദിനത്തിൻ്റെ തീം. ഉത്തരം റീഇമാജിൻ ബിയോണ്ട് ദ വേൾഡ് വി നോ. സമുദ്രമായി ഒരു പുതിയ ബന്ധം. 2026 ആക്ഷൻ തീം. സ്ട്രോങ് മാരിൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ അവർ ബ്ലൂ പ്ലാനറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ ഉള്ളിലെ ഈ പവിഴപ്പുറ്റും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം. അതാണ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ. ലോക സമുദ്ര ദിനം ഏത് തീയതിയാണ്? ഉത്തരം ജൂൺ 8. ലോക സമുദ്ര ദിനം UN ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം? ഉത്തരം 2008. ലോക സമുദ്ര ദിനം ആദ്യം ആഘോഷിച്ചത് ഏതു വർഷം, ഏത് രാജ്യം? ഉത്തരം 1992 കാനഡ, റിയോ ഡി ജനറോ എർത്ത് സമ്മിറ്റ്. അപ്പോൾ കാനഡയാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ അത് UN ഏറ്റെടുത്തിട്ടാണ് ഏത് കൊല്ലം തൊട്ടിട്ട് വന്നേ? 2008 മുതൽ അല്ലേ? 2008 മുതൽ UN ആഘോഷിക്കാൻ തുടങ്ങി. സമുദ്ര ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാജ്യം? ഉത്തരം കാനഡ. കാനഡയുടെ പ്രത്യേകത എന്തായിരുന്നു? കുറെ വെള്ളമുണ്ട്. കുറെ വെള്ളമല്ല, കുറെ കടലുണ്ട് അല്ലേ? അവർക്കാണ് കൂടുതൽ കടലുള്ളത്, തീരപ്രദേശമുള്ളത്. അത് കാരണമാണ് അവർ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക. സമുദ്രത്തെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം ഓഷ്യാനോഗ്രാഫി. അല്ലെ, ഓഷൻ പ്ലസ് ഗ്രാഫ് രണ്ടും കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ലോകത്ത് എത്ര മഹാസമുദ്രങ്ങളുണ്ട് ഏവ? 5. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, അന്റാർട്ടിക്, ആർട്ടിക്. ഇതില് നമ്മൾ അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് സോർട്ട് ചെയ്തേക്കണം അല്ലേ? പസഫിക് ഏറ്റവും വലുത്, ആർട്ടിക് ചെറുത്. ഒരു രാജ്യത്തിന്റെ പേരിലുള്ള മഹാസമുദ്രത്തിന്റെ പേര് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം. ഭൂമിയുടെ 1/3 ഭാഗം, നമ്മൾ ഭൂമിനെ 3 ഭാഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം പസഫിക്കാണ്. അത്രയും വലുതാന്നാ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം? ഉത്തരം ആർട്ടിക് സമുദ്രം. മഞ്ഞിൽ വീഴുന്നത് വെള്ളം. വെള്ളം മഞ്ഞൊക്കെ താഴെയായിട്ട് നിൽക്കുക. പെൻഗിൻസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം? ഉത്തരം കാനഡ. അവർ തുടങ്ങി വെച്ചത്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. ചിത്രം ഓർത്തിരുന്നാൽ മതി. അതായത് അവർക്ക് ഏകദേശം 1000 ദ്വീപുകളുണ്ടെന്ന് പറയാം. 10 സമൂഹങ്ങളാണ്. നമ്മുടെ ഇന്ത്യ ഒരു ഉപദ്വീപാണ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കുറച്ച് സ്ഥലത്ത് മാത്രം, വെള്ളത്തിന്റെ ഉള്ളില് ഒരു ഭൂമി അല്ല, ഒരു കര, അതിന് ചുറ്റും വെള്ളം. ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ 3 സൈഡിലെ വെള്ളമാണ്. അതാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. 1600 കിലോമീറ്റർ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. 3 മഹാസമുദ്രങ്ങളായി തീരമുള്ള 2 രാജ്യങ്ങൾ? ഉത്തരം കാനഡ ആൻഡ് അമേരിക്ക. ബർമുഡ ട്രയാങ്കിൾ ഏത് സമുദ്രത്തിൽ? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. മെഡിറ്ററേനിയൻ ചെങ്കടൽ ബന്ധിപ്പിക്കുന്നത്? ഉത്തരം സൂയസ് കനാൽ. അത് കപ്പലുകൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കപ്പലിനെ പടത്തി വിടാം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം? ഉത്തരം മരിയാന ട്രഞ്ച്. എവിടെയാ? മറന്നോ?
ഏറ്റവും വലുത് സ്ഥലം എവിടെയാ? പസഫിക് ഓഷൻ. അപ്പോൾ അവിടെയാണ് ഏറ്റവും വലുത്. 2012 മരിയാന ട്രഞ്ചിൽ ഒറ്റയ്ക്കിറങ്ങിയ ഹോളിവുഡ് സംവിധായകൻ. ആരാ? ഉത്തരം ജെയിംസ് കാമറൺ. അതാണ് ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു വലിയൊരു സിനിമ ഉണ്ടായിരുന്നു. ടൈറ്റാനിക് ദുരന്തം വന്നതിൻ്റെ സംവിധായകനാണ്. പിന്നെ നമ്മുടെ അവതാർ സിനിമയുടെ ഒക്കെ സംവിധായകൻ ജെയിംസ് കാമറോൺ. സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ്. ഉത്തരം നോട്ടിക്കൽ മൈൽ. മൈൽ. നോട്ടിക്കൽ മൈൽ, കറക്റ്റ്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ്. ഉത്തരം ഫാത്തം. യെസ്, ഫാത്തം. സമുദ്ര ആഴം അളക്കുന്ന ഉപകരണം. ഉത്തരം ഫാത്തോമീറ്റർ. ഫാത്തം ആഴം നോക്കുന്നു. അപ്പോൾ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഫാത്തോമീറ്റർ. ഇംഗ്ലീഷ് എസ് ആകൃതിയിലുള്ള സമുദ്രം. ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. ഉത്തരം പസഫിക് സമുദ്രം. ഇംഗ്ലീഷ് ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. ഉത്തരം ആർട്ടിക് സമുദ്രം. ആർട്ടിക്കിന്റെ വേറൊരു പ്രത്യേകത ചെറുതാണ്. ഏറ്റവും ചെറുത്. ലവണത്വം ഏറ്റവും കൂടുതലുള്ള കടൽ. ഉത്തരം ചെങ്കടൽ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ചാവുകടലാണോ ചെങ്കടലാണോ എന്ന് ഡൗട്ട് ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ ചാവുകടൽ എങ്ങനെ പറഞ്ഞു. ലവണത്വം ഏറ്റവും കുറവുള്ള കടൽ. ബാൾട്ടിക് കടൽ. ഏത് സമുദ്രത്തിലേക്കാണ് ആമസോൺ നദി ഒഴുകുന്നത്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ചാവുകടൽ ഏത് രാജ്യങ്ങൾക്കിടയിൽ? ഉത്തരം ജോർദാൻ ആൻഡ് ഇസ്രായേൽ. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പ്രദേശം. ഉത്തരം ചാലഞ്ചർ ഡീപ്. മരിയാന ട്രഞ്ചിന്റെ ഭാഗത്താണ് കേട്ടോ. 1875 ചാലഞ്ചർ ഡീപ് കണ്ടെത്തിയ കപ്പൽ. ഉത്തരം HMS ചാലഞ്ചർ. പേരുണ്ട്. സമുദ്രജലത്തിന്റെ ശരാശരി ഊഷ്മാവ്. ഉത്തരം 17 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യ ശ്രീലങ്ക ബന്ധിപ്പിക്കുന്ന കടലിടുക്ക്. ഉത്തരം പാക് കടലിടുക്ക്. സമുദ്രങ്ങൾ ഏത് മഹാസമുദ്രത്തിൽ നിന്ന് ഉടലെടുത്തത്? ഉത്തരം പന്തലസ. ഏറ്റവും ബുദ്ധിയുള്ള സമുദ്രജീവി. ഉത്തരം ഡോൾഫിൻ. ഏറ്റവും തണുപ്പ് കൂടുതലുള്ള സമുദ്രം. ഉത്തരം ആർട്ടിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ രണ്ടാമത്തെ സമുദ്രം. ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രീൻലാൻഡ് ദ്വീപ് ഏത് സമുദ്രത്തിൽ? ഉത്തരം ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം. കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം. ഉത്തരം ചാവുകടൽ. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലവണം. ഉപ്പ് അല്ല, അതിന്റെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ്. ഉത്തരം ഗ്രീറ്റ് ബാരിയർ റീഫ്. അപ്പോൾ ഉപ്പിന്റെ ഉള്ളിലത്തെ മൂലകം ഏതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്? അയഡിൻ. അതായത് നമ്മൾ ബുദ്ധിക്ക് അയഡിൻ വെച്ചിട്ടുള്ള ഉപ്പ് വേണമെന്ന് പറയുന്നത്. തീരപ്രദേശം ഇല്ലാത്ത ഏക കടൽ. സർഗാസോ കടൽ. സർഗാസോ കടൽ അറിയപ്പെടുന്നത് സർഗാസോ സസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന കടൽ. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം. ഉത്തരം പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം. ഉത്തരം കാസ്പിയൻ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഉത്തരം സുപ്പീരിയർ.
ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം. ഉത്തരം ബേക്കൽ തടാകം.